നമസ്കാരം. തീവ്രവാദ പരിശീലനത്തിനും ഫണ്ടിങ്ങിലും ഉൾപ്പെട്ട ശൃംഖലയുടെ വേരുകൾ തേടി 7 സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ്. തമിഴ്നാട്, കേരളം, കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 17ഇടത്താണ് പരിശോധന. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ്. തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് 2 പേരെ ചെന്നൈയിൽ നിന്ന് ഇന്ന് അറസ്റ്റ് ചെയ്തു. ബംഗളൂരു ജയിലിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഈ കേസിലെ പ്രതികൾക്ക് ബംഗളൂരു കഫേ സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന് NIA സംശയിക്കുന്നു. വാഗമൺ സിമി ക്യാമ്പ് കേസ് പ്രതി തടിയൻ്റെവിടെ നസീർ അടക്കം ഉൾപ്പെട്ട ജയിലിലെ തീവ്രവാദ പരിശീലന കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡുകൾ നടക്കുന്നതെന്നാണ് സൂചന. 2022 സെപ്റ്റംബറിലാണ് കർണാടകയിലെ ശിവമൊഗ്ഗയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആക്രമണ പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയ ISIS മൊഡ്യൂളിലെ അംഗങ്ങൾ പിടിയിലാകുന്നത്. 2022 നവംബറിൽ മംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പ്രഷർ കുക്കർ ബോംബ് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് മുഹമ്മദ് ഷെരീഖ് എന്ന യുവാവ് അറസ്റ്റിലായി. തടിയൻ്റെവിടെ നസീറും ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അഫ്സർ പാഷയും ചേർന്ന് ജയിലിൽ വെച്ച് തീവ്രവാദ പരിശീലനം നൽകിയ 17 യുവാക്കളെ NIA അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്. പെറ്റി കേസുകളിലകത്തായ ഈ യുവാക്കളെ പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് സ്വാധീനിച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നതാണ് കേസ്. ഈ 3 കേസുകൾക്കും ബംഗളൂരു രാമേശ്വരം കഫേയിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന വിലയിരുത്തലാണ് NIA. മംഗളൂരു കുക്കർ ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ബോംബിനും രാമേശ്വരം കഫേയിൽ പൊട്ടിത്തെറിച്ച ബോംബിനും സമാനതകളുണ്ട്. ജയിലിൽ നിന്ന് തടിയൻ്റെവിടെ നസീറും സംഘവും പരിശീലനം നൽകിയ കൂടുതൽ ആളുകൾ പുറത്തുണ്ട് എന്ന നിഗമനത്തിലാണ് NIA രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തുന്നത്. തമിഴ്നാട്ടിലെ കടലൂരിലും കാസർകോട്ടെ ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പടുപ്പ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുങ്കത്തകട്ട എന്നിവിടങ്ങളിലെ 2 വീടുകളിലാണ് റെയ്ഡ് തുടരുന്നത്. രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. തടിയൻ്റെവിടെ നസീറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ ദുബായിൽ നിന്ന് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചതായി NIA കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടത്തിയ റെയ്ഡുകളിലാണ് തമീം അശോക്, ഹസൻ അലി എന്നിവരെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ടി നഗറിലെ ജുവലറിയിൽ ജോലി ചെയ്യുന്നയാളാണ് തമീം അശോക്. രാമനാഥപുരത്ത് അശോകിന്റെ പിതാവിന്റെ വീട്ടിലും തിരച്ചിൽ പുരോഗമിക്കുന്നു. ഈ തീവ്രവാദ മൊഡ്യൂളിന് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്നാണ് സംശയം. ബംഗളൂരു സിറ്റി പോലീസ് കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ റെയ്ഡിൽ 4 പിസ്റ്റളുകളടക്കം തോക്കുകളും വെടിയുണ്ടകളും 4 ഹാൻഡ് ഗ്രനേഡുകളും 4 വാക്കി ടോക്കിയും പിടിച്ചെടുത്തിരുന്നു. ആദ്യം 5 പേരെയും പിന്നീട് ഒരാളെയും അറസ്റ്റ് ചെയ്തു. ഈ 5 പേരെയും ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് തടിയൻ്റെവിടെ നസീറാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് NIA കേസെടുത്തത്. അതിനുശേഷം നിരവധി റെയ്ഡുകൾ നടത്തി. കണ്ണൂരുകാരനായ തടിയൻ്റെവിടെ നസീർ 2013 മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ജയിലിൽ വെച്ച് നസീറിന്റെ ശിക്ഷണത്തിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ ജുനൈദ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവർ വിദേശത്തേക്ക് കടന്നെന്നാണ് സംശയം. തീവ്രവാദത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് തോന്നിയവരെ ജയിലിൽ തന്റെ ബാരക്കിലേക്ക് മാറ്റിയാണ് നസീർ തന്റെ പദ്ധതി നടപ്പാക്കിയത്. ആദ്യം ജുനൈദിനെയും സൽമാനെയും വലയിലാക്കി, പിന്നീട് മറ്റുള്ളവരെയും. പുറത്തിറങ്ങിയ ശേഷം വിദേശത്തേക്ക് മുങ്ങിയ ജുനൈദ് അവിടെ ഇരുന്നു കൊണ്ട് തന്റെ സഹപ്രതികൾക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഫണ്ട് അയക്കാൻ തുടങ്ങി. സൽമാനുമായി ചേർന്ന് ആയുധങ്ങളും ഇന്ത്യയിലെത്തിച്ചു. കോടതിയിലേക്ക് നസീറിനെ കൊണ്ടുപോകുമ്പോൾ ഫിദായിൻ ആക്രമണം നടത്തി രക്ഷിക്കായിരുന്നു ഗൂഢപദ്ധതി. സർക്കാർ ബസ്സുകളിൽ അക്രമം കാട്ടി പരിശീലനം നടത്താൻ പോലീസ് തൊപ്പികളും മോഷ്ടിക്കാൻ ജുനൈദ് നിർദ്ദേശിച്ചിരുന്നു. ജൂലൈയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തതോടെ പദ്ധതി പൊളിയുകയായിരുന്നു.